എൻ്റെ ഒരു അസിസ്റ്റൻറ്റ് കുറച്ച് ദിവസം മുമ്പ് എന്നെ കാണാൻ വന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ആ, പുതിയൊരു സിനിമ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അവൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ഇങ്ങനെ കഥയുമായിട്ട് ആക്ടേഴ്സിനെ കാണാനുള്ളൊരു ശ്രമത്തിലാണ്. പക്ഷേ ഭയങ്കര സ്ട്രഗിളാണ്. കഥ ആരും കേൾക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ ഫൈനലി ഒരു ആക്ടർ ഒരു കഥ കേൾക്കാൻ തയ്യാറായി. അപ്പോൾ അവൻ കഥ പറയാൻ പോയി. അപ്പോൾ കഥ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആക്ടർ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇവൻ പിന്നാലെ നടന്ന് ആണ് അയാളോട് കഥ പറഞ്ഞ് ഒരുവിധം തീർത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്തിനാണ് അങ്ങനെ ഒരാളെ ചേസ് ചെയ്ത് പിന്നാലെ നടന്ന് ഇത്ര കഷ്ടപ്പെട്ട് ഒരു കഥ പറഞ്ഞൊരു സിനിമയിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ അവനോട് പറയാൻ ശ്രമിച്ചു. അവൻ എത്ര മനസ്സിലായെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത്, നിങ്ങൾക്കിപ്പോൾ ഇഫ് യു വോണ്ട് ടു മേക്ക് എ ഫിലിം ഇൻ എ ബഡ്ജറ്റ്, ഐ തിങ്ക് ദിസ് ഈസ് ദ ഫസ്റ്റ് തിങ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അതായത് നമ്മളുടെ ഒരു വിഷൻ ഉണ്ടല്ലോ, ഒരു ഫിലിം മേക്കറുടെ. ആ വിഷനോട് ഈക്വലി എക്സൈറ്റഡ് ആവുന്ന ആൾക്കാർ നമുക്ക് ഈ യാത്രയിൽ നമ്മുടെ കൂടെ കൂട്ടാൻ സാധിക്കുമോ എന്നുള്ളിടത്താണ് നമ്മളുടെ വിജയം എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ, ഒരു സിനിമ ചെയ്യാൻ ആലോചിക്കുമ്പോൾ, പുതിയ ഡയറക്ടറാണെങ്കിലും പഴയ ഡയറക്ടറാണെങ്കിലും ആരാണെങ്കിലും, ഇപ്പോൾ നമുക്ക് കുറേ വലിയൊരു താരമുണ്ട്, അത് നമുക്ക് കോൺഫിഡൻസ് തരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയൊരു ബാനറുണ്ട്, അത് നമുക്ക് കോൺഫിഡൻസ് തരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറേ നല്ല പ്രൂവൺ ടെക്നീഷ്യൻസ് ഉണ്ട്, ആ പേരുകൾ നമുക്ക് കോൺഫിഡൻസ് തരുന്നുണ്ടെങ്കിൽ, അതാണ് ഒരു ഫിലിം മേക്കർക്ക് വേണ്ട കോൺഫിഡൻസ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവേണ്ടത് അയാളുടെ വിഷനിലാണ്. ആ വിഷന് അനുസരിച്ച് ആ സിനിമയിലോട്ട് വന്നു ചേരുന്ന ഓരോ ആക്ടേഴ്സ് ആയിരിക്കാം, ടെക്നീഷ്യൻസ് ആയിരിക്കാം, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരായിരിക്കാം, മറ്റ് ട്രേഡായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ ഉണ്ടാവുന്ന ഒരു സിനിമയാണ് ഒരു ബഡ്ജറ്റിൽ നമുക്കൊരു സിനിമ ചെയ്യാൻ സാധ്യമാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ ഗ്ലോബലി നോക്കിയാൽ, ഇപ്പോൾ ഒബ്സെഷൻ, എനിക്ക് ഓഫ് കോഴ്സ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ കഥകൾ അറിയാൻ തോന്നും. അത് ഒരു $1 million മറ്റും ഉണ്ടാക്കിയ സിനിമ. എനിക്ക് തോന്നുന്നു അതിൻ്റെ 1000 ടൈംസോ മറ്റോ പ്രോഫിറ്റ് ഉണ്ടാക്കിയൊരു സിനിമയാണ്. 20 ദിവസം കൊണ്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത്. അതിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ 20 ദിവസം ഷൂട്ട് ചെയ്തു. അതിനുശേഷം 3-4 ദിവസം ഒരു പാച്ച് വർക്ക് ചെയ്തു. ആ സിനിമയാണ് നമ്മൾ ഇവിടെ കേരളത്തിലെ തിയേറ്ററുകളിൽ ഹൗസ്ഫുള്ളായിട്ട് കണ്ടത്. എന്ന് പറയുമ്പോൾ ഒരു വിഷൻ ഒരു ഫിലിം മേക്കർക്ക് ഉണ്ടാവുക, ആ വിഷൻ്റെ കൂടെ ചേരുന്ന ടെക്നീഷ്യൻസിന് കൂടെ ചേർക്കുക എന്നുള്ള എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് തോന്നും. ഇപ്പോൾ നമ്മൾ ഹോളിവുഡിലോട്ട് പോകേണ്ട കാര്യമില്ല. മലയാളത്തിൽ അങ്ങനത്തെ എക്സാമ്പിൾസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അത് അധികം പേരും ചർച്ച ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ മറ്റു ഭാഷകളിൽ ഉണ്ടാവുന്നുണ്ട്. മലയാളത്തിൽ അടുത്ത് എനിക്ക് തോന്നിയ സിനിമ സംഭവം എന്നൊരു സിനിമയാണ്. സംഭവം അധ്യായം 1 എന്ന് പറയുന്ന സിനിമ. എനിക്ക് ആ സിനിമയെ പറ്റി അങ്ങനെ വലിയൊരു ഡിസ്കഷൻ ഉണ്ടായതായിട്ട് എനിക്കറിയില്ല, അല്ലെങ്കിൽ അതിന് ഭയങ്കര ഹിറ്റ് ലിസ്റ്റിൽ അതിനെ പെടുത്തുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ബട്ട് ദ ഹോൾ പോയിൻ്റ് ഈസ് ഇറ്റ് വാസ് എ പ്രോഫിറ്റബിൾ ഫിലിം. ആൻഡ് ഇതുപോലെ ഒരു വലിയ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു താരനിലയേ ഇല്ല. ആൻഡ് ദാറ്റ് ഫിലിം വാസ് റിലീസ്ഡ് ഇൻ എ ക്രൗഡ് ഓഫ് ഫിലിംസ്. എനിക്ക് ഓർമ്മയുണ്ട്, 5-6 സിനിമകളുടെ കൂടിയാണ് ആ സിനിമ റിലീസ് ചെയ്തത്. എന്നിട്ടും നമുക്ക് ഏറ്റവും ബഹുമാനം തോന്നുന്നത് നമ്മുടെ പ്രേക്ഷകരോട് തന്നെയാണ്. ബിക്കോസ് ആ സിനിമ അവർ കണ്ടു, ആ സിനിമ അവർക്ക് ഇഷ്ടപ്പെട്ടു, ആൻഡ് ഇവഞ്ച്വലി ഇറ്റ് ബിക്കെയിം എ പ്രോഫിറ്റബിൾ ആൻഡ് സക്സസ്ഫുൾ ഫിലിം. ഇപ്പോൾ നമ്മളൊരു ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സിനിമ ചെയ്തതാണെന്ന് പറഞ്ഞാൽ, ഈ സിനിമയിൽ നിന്ന് നമുക്ക് അടുത്ത സിനിമയിലോട്ട് പോകാൻ ഒരു അവസരം കിട്ടുമോ എന്നുള്ളതാണല്ലോ. ഡെഫിനറ്റ്ലി ആ ഫിലിം മേക്കർക്കും അതിലുള്ള ഡയറക്ടേഴ്സിനും ടെക്നീഷ്യൻസിനും എല്ലാം ആ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഒരു സിനിമ കണ്ടത്, ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് സിനിമ. ഐ വാസ് ബൗൾഡ് ഓവർ ബൈ ദ ഫിലിം. അപ്പോൾ ആ സിനിമ കണ്ടിട്ട് ഞാൻ അതിൻ്റെ ഡയറക്ടറിനെ എല്ലാവരും വിളിച്ച് സംസാരിച്ചിരുന്നു. എൻ്റെ ആ സിനിമ ഉണ്ടാക്കിയ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ബഡ്ജറ്റിലാണ് അത് ഉണ്ടാക്കിയത്. അത്രയും നല്ലൊരു ടെക്നിക്കൽ ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയത്. ബിക്കോസ് ദ ഫിലിം മേക്കർ ഹാഡ് കൺവിക്ഷൻ ആൻഡ് ഫിലിം മേക്കർ ബിലീവ്ഡ് ഇൻ ഹിസ് വിഷൻ. ആ വിഷൻ അനുസരിച്ചുള്ള ആൾക്കാർ അതിനോട് കൂടെ ചേർന്ന് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ സിനിമയുടെ പല പല പാരഫെർനാലിയാസ് അവിടുന്ന് പതുക്കെ പോകുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അതൊരു ഫാസിൽ ഡയറക്ടറുടെ അയാൾ ജനിച്ചു വളർന്ന സ്ഥലത്തേക്കാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത്. ആൻഡ് ആ വീടുകളിൽ തന്നെയാണ് പലപ്പോഴും ഭക്ഷണം കിട്ടിയത്. അവിടുത്തെ ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ടും നമുക്കതിലൊരു ഓക്വേർഡ്നെസ്സോ ഓഡ്നെസ്സോ തോന്നാത്തത് ഇറ്റ് ഈസ് ബിക്കോസ് ആ ഫിലിം മേക്കർ അതിൽ വളരെ ക്ലിയർ ആയിരുന്നു എന്താണ് ആ കഥ അയാൾ പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ്. അതാണ് ഇതിൽ വരേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. സോ ദ ഹോൾ പോയിന്റ് ഓഫ് ട്രൈങ് ടു മേക്ക് ദിസ് വ്ലോഗ് ഈസ് ടു എന്താ പറയുക, മൈ 2 cents ഓൺ ഹൗ ടു മേക്ക് എ ഫിലിം ഇൻ എ ബഡ്ജറ്റ് എന്നുള്ളതാണ്. ബിക്കോസ് ഐ ആം ഫേമസ് ഓർ ഇൻഫേമസ് ഫോർ മേക്കിംഗ് ഫിലിംസ് ഇൻ
ബഡ്ജറ്റ്സ് ആൻഡ് ഫിനിഷിംഗ് ഫിലിംസ് ഇൻ ഷെഡ്യൂൾസ്. അത് എന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് സീക്രറ്റ്സ് ഒന്നുമില്ല. പക്ഷേ ചില കാര്യങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ആദ്യം തന്നെ ഇപ്പോൾ ഈ 2 സിനിമകളും അതിൻ്റെ നല്ല ക്ലാസിക് എക്സാമ്പിളാണ് മലയാളത്തിൽ തന്നെ. പക്ഷെ അധികം ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അല്ലെങ്കിൽ മൂന്നാമതൊരു സിനിമ പറയുകയാണെങ്കിൽ ഇപ്പോൾ അവിഹിതം എന്ന് പറഞ്ഞ സിനിമ മലയാളത്തിൽ വന്നിരുന്നു. അഗെയിൻ ദാറ്റ് ഈസ് എ പ്രോഫിറ്റബിൾ ഫിലിം. അപ്പോൾ ഇത് എന്തോ നമ്മൾ കാണുന്നില്ല. അത്തരം സിനിമകൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്, അത്തരം സിനിമകൾ വരുന്നുണ്ടെന്നുള്ളത്. ആൻഡ് ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റെ കാര്യം പറഞ്ഞ പോലെ അവരെല്ലാവരും ദേ ആർ ചേസിങ് നെയിംസ് അതിൻ്റെ ഉള്ളിൽ പോയിട്ട്. അപ്പോൾ അങ്ങനെ ഒരാളുടെ നമ്മൾ പിന്നാലെ നടന്ന് ഒരു സിനിമ ഉണ്ടാക്കാൻ പോകുമ്പോൾ ആദ്യം തന്നെ സംഭവിക്കുന്നത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പം വേറൊരാൾ എനിക്ക് അയാളുടെ സിനിമയുടെ ഒരു സെയിൽസ് പിച്ച് കാണിച്ചു തന്നപ്പോൾ തന്നെ ഒരു പിച്ച് ഡെസ്കിൽ തന്നെ കുറേ വലിയ വലിയ നെയിംസാണ്. ഈ നെയിംസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ഈ സിനിമയിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലല്ലോ ആ സിനിമയ്ക്ക് വരാനുള്ള മോട്ടിവേഷൻ. സി, ഐ ഹാവ് എ വിഷൻ വിച്ച് ഈസ് വെരി ന്യൂ. ഡു യു ബിലീവ് ഇൻ ഇറ്റ്? ദെൻ യു കമൻ. അതായിരിക്കണം അതിൻ്റെ സംഭവം എന്നുള്ളതാണ്. ആൻഡ് യു വിൽ ഫൈൻഡ് പീപ്പിൾ ഡെഫിനറ്റ്ലി. അങ്ങനെയാണല്ലോ ഈ സിനിമകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ എനിക്കൊന്ന് ആദ്യമായിട്ട് നമുക്കൊരു സിനിമ ബഡ്ജറ്റിൽ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു വലിയ കോസ്റ്റ് ഇല്ലാതെ ഒരു സിനിമയിൽ നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരാൾ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ അതിന് തന്നെ നമുക്കൊരു സ്ക്രിപ്റ്റ് എഴുതാമല്ലോ. അതിപ്പോൾ നമുക്ക് എഴുതാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതാം. അല്ലെങ്കിൽ യു ക്യാൻ വർക്ക് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് യു ക്യാൻ ഡെവലപ്പ് എ സ്ക്രിപ്റ്റ്. ആ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ നമുക്കൊരു കോസ്റ്റിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. ആ സ്ക്രിപ്റ്റ് ഉണ്ടായി കഴിയുമ്പോൾ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ആ സിനിമയിൽ ആ സ്ക്രിപ്റ്റിൽ നമ്മൾ എത്രമാത്രം കൺവിൻസ്ഡ് ആണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. ആ കൺവിക്ഷനാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഇതെവിടെ എങ്ങനെ എന്ത് സ്പെൻഡ് ചെയ്യണമെന്ന് അറിയില്ല. ഓരോരുത്തരും ഓരോന്ന് പറയും. നമ്മളത് ഒരു ഫിലിം സെറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രീം പ്രഷറും എക്സ്ട്രീം എന്താ പറയുക കാവോസും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വന്ന് നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ എത്തില്ല. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ റൈറ്റ് യുവർ സ്ക്രിപ്റ്റ്. ആ സ്ക്രിപ്റ്റ് കഴിയുന്നിടത്തോളം എഡിറ്റ് ചെയ്യുക, പക്കയാക്കുക. ഫൈൻഡ് യുവർ ടീം. അതിപ്പോൾ ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും സെർച്ച് ചെയ്യുന്ന ഒരു ആക്ടറിനെയാണ്, ഒരു ഹീറോ ആയിട്ടുള്ള ഒരു ആക്ടറിനെയാണ് സെർച്ച് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പോയിൻറ്റ്ലെസ്നെസ് ഇപ്പോഴത്തെ മലയാള സിനിമ നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം. അതിൽ നിന്നൊക്കെ സിനിമ മാറിയില്ലേ. ഇപ്പോൾ നമ്മൾ ഈ വർഷം തന്നെ വിജയിച്ച സിനിമകൾ നോക്കൂ. ചെറുതും വലുതുമായ സിനിമകളിലുള്ള പുതിയ ആൾക്കാർ ചെയ്തിട്ടുള്ള സിനിമകളുണ്ട്. അത്ര വലുതല്ലാത്ത ആക്ടേഴ്സ് ചെയ്തിട്ടുള്ള സിനിമകളുണ്ട്. ആ സിനിമകൾ ഹാവ് ബീൻ ഹിറ്റ്സ്. ആ സിനിമകൾ പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട്. ആ സിനിമകൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് തോന്നുന്നു. ഒരുപക്ഷെ ഒരു പ്രീ കോവിഡൊക്കെ ഇത് കുറേയും കൂടെ സ്റ്റാർ സെൻട്രിക് ആയിരുന്നു എന്ന് പറയാം. കാര്യം ഒരു സ്റ്റാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ബിസിനസ് നടക്കും എന്നുള്ളതുകൊണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് ആ സ്റ്റാറിനെ കൊണ്ടുവരാൻ താല്പര്യമുണ്ട്. ഒരു പ്രൊഡക്ഷൻ സൈഡിൽ അല്ലെങ്കിൽ പല സൈഡിൽ നിന്നും. ഇപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. ലൈക്ക് എവറിബഡി ഈസ് എ സെയിം. ഭയങ്കര ഡെമോക്രാറ്റിക് സെറ്റപ്പിലാണ്. അത് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി കാര്യങ്ങൾ വന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തിങ് ഈസ് ലൈക്ക് ഈ സ്ക്രിപ്റ്റിൽ നമ്മൾ കഴിയാവുന്നത്ര പണിയെടുക്കുക. ദെൻ ഫൈൻഡ് എ ടീം. ആ ടീം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ സിനിമയിൽ വലിയൊരു ആക്ടർ വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആക്ടർ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാം? ആക്ടറിൻ്റെ പിന്നാലെ 2 ഓപ്ഷൻസ് ഉണ്ട്. ആക്ടറിൻ്റെ പിന്നാലെ നമുക്ക് 3 വർഷം നടക്കാം. അല്ലെങ്കിൽ ഫൈൻഡ് ദ നെക്സ്റ്റ്. അങ്ങനെ ഒരാളുണ്ടല്ലോ എപ്പോഴും. ആ സിനിമ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ. ബിക്കോസ് ഒരാൾക്ക് മാത്രം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടോ എന്നെനിക്കറിയില്ല. ബിക്കോസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആളില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ സിനിമ ഈസ് ബിഗർ ദാൻ 1 പേഴ്സൺ ഡെഫിനറ്റ്ലി. അപ്പോൾ അതിനുശേഷം ആ സിനിമയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ടെക്നീഷ്യൻസിന് കൊണ്ടുവരാൻ ശ്രമിക്കുക. അവരുടെ നെയിംസ് അവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. ഒരു സാധാരണ പ്രേക്ഷകൻ, ടിക്കറ്റ് എടുത്ത് പോകുന്ന പ്രേക്ഷകൻ, അവർ കൺസേൺഡ് ആവുന്ന അവർ കാണുന്ന സിനിമയിൽ കാണുന്ന ഒരു പരിപാടിയിലാണ്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള എന്ത് നടന്നു എങ്ങനെ നടന്നു എന്നുള്ളത് അവർക്ക് എത്രമാത്രം കൺസേൺഡ് ആണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ആൻഡ് ദെൻ ആ ടീം ഉണ്ടായിക്കഴിഞ്ഞാൽ അത്രയും കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ദെൻ യു ഫൈൻഡ് എ പ്രൊഡ്യൂസർ. അതാണ് ഏറ്റവും ടഫസ്റ്റ് ജോബ് ഓഫ് കോഴ്സ്. പക്ഷേ അതിനകത്ത് നമുക്ക് ഓപ്ഷൻ ഇല്ല. യു ഹാവ് ടു ഫൈൻഡ് സംബഡി. ആൻഡ് അതൊരു ഷൂട്ടിലോട്ട് ആ പ്രൊഡ്യൂസറോട് പോലും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അത് ഒരു ബഡ്ജറ്റ് ഉണ്ടാവുക. ആ ബഡ്ജറ്റ് റിയലിസ്റ്റിക് ആയിരിക്കുക. ആ ബഡ്ജറ്റ് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക. അപ്പോൾ എഗെയിൻ നമ്മളിവിടെ സിനിമയിൽ ബഡ്ജറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റ് ജോലികളായിട്ട് കമ്പയർ ചെയ്യുന്നവർക്ക് ബഡ്ജറ്റിങ് ഉണ്ടാവാറില്ല. ഇപ്പോൾ ഒരാൾ 30 ദിവസം ജോലി ചെയ്യുന്നതിന് ചിലപ്പം വളരെ വലിയ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു പ്രതിഫലമായിരിക്കും ചോദിക്കുന്നത്. അപ്പം അങ്ങനെ ഒരാളെ ഈ സിനിമയ്ക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. വാട്ട് ഈസ് ദ കൈൻഡ് ഓഫ് ബഡ്ജറ്റ് യു ആർ വർക്കിംഗ് ഓൺ, വാട്ട് ഈസ് കൈൻഡ് ഓഫ് ജോണർ യു ആർ വർക്കിംഗ് ഓൺ. അപ്പോൾ അത് നമ്മൾ ഡിസൈഡ് ചെയ്യുക. അതനുസരിച്ച് സെൻസിബിളായ ഒരു ബഡ്ജറ്റിൽ അത് ചിന്തിക്കാൻ തുടങ്ങുക എന്നുള്ളതൊരു ഫിലിം മേക്കർ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനുശേഷമാണ് ഇൻവെസ്റ്റർ വരുന്നത്. അത് വന്നതിന് ശേഷം നമ്മളൊരു ഷൂട്ടിലോട്ട് പോകണം. ഈ ഷൂട്ടിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും സംഭവിക്കാവുന്നൊരു കാര്യം എന്താ പറയുക, the easiest thing you can happen
one that can happen to a filmmaker while making a film is to lose his conviction in between. അത് ഒരു 10-90% സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇത് ആക്ച്വലി എൻ്റെ വാചകമല്ല, ഇത് സന്തോഷ് ശിവൻ പറഞ്ഞിട്ടുള്ളൊരു സെൻറ്റൻസാണ്. എനിക്ക് ഇത്ര ഓർമ്മ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പാസഞ്ചർ ഒരു 6 വർഷത്തെ ശ്രമം ഉണ്ടായിരുന്നു പാസഞ്ചർ ചെയ്യാൻ വേണ്ടി. 6 വർഷവും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഓഫീസിൽ ഡെസ്ക്ടോപ്പിൽ സ്ക്രീൻ സേവർ ഈ വാചകമായിരുന്നു. അപ്പോൾ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നില്ല എൻ്റെ ചിന്ത. ആ സിനിമ ചെയ്യാൻ പറ്റിയാൽ when I go to the shoot ഈ കൺവിക്ഷൻ എനിക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളതായിരുന്നു. അപ്പം ആ കൺവിക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ, നമുക്കിതിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കേണ്ടതാണ്. ബിക്കോസ് നമ്മളൊരു ആക്ടേഴ്സിനെ കാണുന്നു, ടെക്നീഷ്യൻസിനെ കാണുന്നു, ലൈക്ക് എവറിബഡി ഈസ് ക്ലിയർ വാട്ട് ടു ഡു എന്ന് വെച്ചാൽ പ്രോബ്ലം ഇല്ലല്ലോ. ഈ അടുത്ത് എനിക്ക് തോന്നിയത് പോർത്തൊഴിൽ എന്ന് പറഞ്ഞ സിനിമ, തമിഴ് സിനിമ ഇറ്റ് വാസ് ഷോട്ട് ഇൻ ലെസ് ദാൻ 45 days എന്നാണ് എൻ്റെ ഓർമ്മ, ഇൻ്റർവ്യൂസൊക്കെ കണ്ടപ്പോൾ. ആൻഡ് ആ സിനിമ കണ്ടാൽ നമുക്കത് ഫീൽ ചെയ്യില്ല. ബിക്കോസ് വളരെ മിക്കവാറും നൈറ്റാണ് ആ സിനിമ ഉള്ളത്. വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസസും ഇതെല്ലാം ഉണ്ട്. ബട്ട് ദേ വർ ഏബിൾ ടു ഡു ഇറ്റ് ബിക്കോസ് ആ ഡയറക്ടർ ഇൻ്റർവ്യൂ ഞാൻ കാണുമായിരുന്നു. പക്ഷേ അയാൾ പറഞ്ഞത് അവർ ചെയ്ത പണി മുഴുവൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഡയറക്ഷൻ ടീം ആണ് ഓരോ ലൊക്കേഷനിൽ പോവുകയും ഓരോ സീന് പോവുകയും ആ സീൻ വാസ് കംപ്ലീറ്റ്ലി റിഹേഴ്സ്ഡ്, ലൈക്ക് അവർ അസിസ്റ്റൻസിനെ വെച്ചിട്ട്. ഫസ്റ്റ് തിങ്, ഒരു സിനിമാറ്റോഗ്രാഫർ വരുന്നതിന് മുന്നേ ഉള്ള കാര്യമാണ്. അതിനുശേഷം ഒരു സിനിമാറ്റോഗ്രാഫർ വന്നതിന് ശേഷം അവർ വിത്ത് ദ സിനിമാറ്റോഗ്രാഫർ, വിത്ത് ദ ടെക്നിക്കൽ ക്രൂ, ഇത് ഷോർട്ട് ഡിവിഷൻസ് ഇത് എങ്ങനെയാണെന്നുള്ള എവറിത്തിങ് ഇസ് ക്ലിയർ. അപ്പോൾ സിനിമ സെറ്റിൽ പോയി കഴിയുമ്പോൾ ഇറ്റ് ഈസ് ഓൺലി എ ക്വസ്റ്റ്യൻ ഓഫ് എക്സിക്യൂഷൻ. അതിൽ ആ ഡയറക്ടർ പറഞ്ഞത് അതിലാകെയുള്ള ഒരു പ്രോബ്ലം ഒരു ഓൺ സ്പോട്ട് ഇംപ്രോവൈസേഷൻസ് കുറവായിരിക്കും. ബട്ട് ഹി വാസ് റെഡി ടു കോംപ്രമൈസ് ഫോർ ഇറ്റ് ബിക്കോസ് ഹി വാണ്ടഡ് ടു മേക്ക് ഇറ്റ് ഇൻ എ ബഡ്ജറ്റ്. ആൻഡ് അപ്പോൾ സെറ്റിൽ വരുമ്പോൾ അയാൾ ആ സമയം സ്പെൻഡ് ചെയ്തത് ആ ആക്ടേഴ്സുമായിട്ട് ചെയ്യാനുള്ള സമയമായിട്ടാണ് ഷൂട്ടിൽ സ്പെൻഡ് ചെയ്തത്. ബിക്കോസ് ആക്ടേഴ്സ് നമ്മൾ അപ്പം മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ ആക്ടേഴ്സ് വരുമ്പോൾ ഒബ്വിയസ്ലി അപ്പോഴാണ് ആക്ടേഴ്സ് ഈ പറയുന്ന ഒരു സീനിലോട്ട് വരുന്നത്. അപ്പോൾ സീൻ ഇസ് കംപ്ലീറ്റ്ലി റെഡി, അതിൽ കൺഫ്യൂഷൻ ഇല്ല. ലൈറ്റിംഗ്, എക്യുപ്മെൻറ്റ്സ്, വാട്ട് ഇസ് നീഡഡ്, എവറിത്തിങ് ഇസ് റെഡി. അപ്പോൾ അതിൽ ഡിലേഡ് ആവശ്യമില്ല, പ്രൊഡക്ഷൻ സൈഡൊന്നും പ്രോബ്ലം ഇല്ല. ബിക്കോസ് എവറിത്തിങ് ഈസ് അക്കൗണ്ടഡ് ബിഫോർ. അപ്പോൾ ആ സെറ്റിൽ വരുന്നു. അപ്പോൾ അവിടുന്ന് ഇംപ്രവൈസിന് ഒരേ ഒരു സാധ്യത എന്ന് പറയുന്നത് ആക്ടറിന് ഒരു ഡയലോഗ് ഇങ്ങനെ പറഞ്ഞാൽ കൊള്ളാം എന്ന് തോന്നി കഴിഞ്ഞാൽ ഇയാൾക്കത് ശരി എന്ന് തോന്നി കഴിഞ്ഞാൽ ഇറ്റ് വർക്ക്സ്. അപ്പോൾ അതിലെനിക്ക് ഓർമ്മയുണ്ട്, ശരത് കുമാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അയാൾ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞാൽ ആൾ വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു ഐ എം വർക്കിംഗ് ഇൻ എ സ്പെഷ്യൽ ഫിലിം. അപ്പോൾ അത്രയും പ്രിപ്പറേഷൻ ആ ഫിലിം മേക്കറുടെ ഭാഗത്തുണ്ടായിരുന്നുള്ളതാണ്. ബിക്കോസ് എവറി ഡേ ഐ തിങ്ക് ദേ വർ വർക്കിംഗ് ടുവേർഡ്സ് മേക്കിംഗ് ദാറ്റ് സ്ക്രിപ്റ്റ് ബെറ്റർ. എനിക്ക് തോന്നുന്നു അവരുടെ സ്ക്രീൻ പ്ലേ ഡിസ്കഷനും നടന്നത് കഫേസിലൊക്കെയാണ്. ബിക്കോസ് അവർക്ക് അങ്ങനെ ഓഫീസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സോ ഇറ്റ് ഇസ് ഓൾ പോസിബിൾ. ഇത് പണമെന്നുള്ളതല്ല അതിൻ്റെ വിഷയം. അപ്പോൾ അങ്ങനെ ഒരു കൺവിക്ഷനും കാര്യങ്ങളും ഉണ്ടാകുന്നു. ചില സമയത്ത് വിചാരിക്കുന്ന പോലെ ഷൂട്ടിംഗ് നടക്കാറില്ല. ചില സമയത്ത് നമ്മുടെ എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, പല സീനും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ഈ സീൻ വർക്കാവുന്നില്ലെന്ന്. ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ ഷൂട്ടിംഗ് നിർത്തി വയ്ക്കുക എന്നുള്ളതാണ്. ആൻഡ് ദെൻ വി ഗോ ആൻഡ് ഷൂട്ട് സംതിങ് എൽസ്. അപ്പോൾ അതിന് ശേഷം തിരിച്ചു വരുമ്പോൾ പലപ്പോഴും അത് വർക്കാവാറുണ്ട്. പല സീനിൽ പല എക്സാമ്പിൾസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിലോട്ട് പോകണം. പോസ്റ്റ് പ്രൊഡക്ഷനിൽ ചെയ്യാനുള്ളത് ഫസ്റ്റ് തിങ് ഷൂട്ട് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എനിക്ക് തോന്നുന്നത് ഡയറക്ഷൻ എൻ്റെ ടീം വിശ്രമിക്കുക ആൻഡ് അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി പോവുക. ഒരു അഡീഷണൽ എക്സ്പെൻസ് അവിടെ ഉണ്ടാക്കാതിരിക്കുക ആൻഡ് ഗിവ് ദ ഫുട്ടേജ് ടു ദ എഡിറ്റർ. അപ്പോൾ എഡിറ്റർ ഒരു 2-3 ആഴ്ചയിൽ വർക്ക് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഒരു മാസം വർക്ക് ചെയ്യട്ടെ, ആൻഡ് ലെറ്റ് ഹിം വർക്ക് ആൻഡ് കം അപ്പ് വിത്ത് ഹിസ് ഓൺ വേർഷൻ. അതല്ലേ വേണ്ടേ? നമ്മളൊരു ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു സിനിമാറ്റോഗ്രാഫറുടെയും എഡിറ്ററുടെയും എല്ലാവരുടെയും പോയിന്റ് ഓഫ് വ്യൂ കൊണ്ടുവരുമ്പോഴാണ് ആ സിനിമ ബ്യൂട്ടിഫുൾ ആവുന്നത്. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എൻ്റെ ടീം ആർ സ്റ്റിൽ ഇൻ ദ ഫിലിം ആഫ്റ്റർ ദ ഷൂട്ട്. ഐ മീൻ അവരുടെ ലോഡ്ജിങ് എക്സ്ട്രാ നടന്നുകൊണ്ടിരിക്കുന്നു, വിറ്റ് ഇസ് ആഡിങ് ടു ദ എക്സ്പെൻസസ്. അപ്പം എഡിറ്റർ ഒരു ഫസ്റ്റ് കട്ട് കാണിച്ചു കഴിഞ്ഞാൽ ദെൻ എനിക്ക് തോന്നുന്നു ഒരു വളരെ മിനിമലായിട്ടുള്ളൊരു ക്രൂ മാത്രമേ ആ സിനിമയുടെ ബാക്കി കാര്യങ്ങളിൽ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഷൂട്ടിൽ വർക്ക് ചെയ്ത ക്രൂവിൻ്റെ. അപ്പം അതിപ്പോൾ ഡബ്ബിനാണെങ്കിൽ പോലും പ്രോബ്ലി നിങ്ങൾക്കൊരു 1 or 2 അസിസ്റ്റൻസ് മാക്സിമം ആവശ്യമുള്ളൂ. ഇപ്പോൾ ഞാൻ പലപ്പോഴും ഡബ്ബിങ്ങിന് വരുമ്പോൾ ഒരു 10 പേരൊക്കെ ഡബ്ബിങ്ങിനുള്ളത് കാണാം. ബിക്കോസ് അത് കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബിക്കോസ് 100 അഭിപ്രായങ്ങൾ വന്നു കഴിയുമ്പോൾ എപ്പോഴും ബുദ്ധിമുട്ടാണല്ലോ. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് ഐഡിയൽ ഇഫ് ദ ഡയറക്ടർ ഈസ് പ്രസൻറ്റ് ത്രൂ ഔട്ട് അറ്റ് എവറി സ്റ്റേജ് ഓഫ് പോസ്റ്റ് പ്രൊഡക്ഷൻ. കാരണം ഇപ്പോൾ ഒരു അസിസ്റ്റൻറ്റ് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വന്ന് ഡയറക്ടർ കണ്ടു, ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരു ആക്ടർ വീണ്ടും ഒന്ന് ഡബ് ചെയ്യണം, വീണ്ടും പല കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ പോകും. അപ്പം എഡിറ്റിംഗ് കഴിഞ്ഞു, ദെൻ വി ഗോ ഇൻ ടു ദ മ്യൂസിക്, ദെൻ ഇറ്റ്സ് അബൌട്ട് ദ മ്യൂസിക് ഡയറക്ടർ, ദെൻ ഇറ്റ്സ് അബൌട്ട് ദ എഫക്ട്സ്, ദെൻ ഇറ്റ്സ് അബൌട്ട് എന്താ പറയുക ഫൈനൽ മിക്സിങ്. ഇതെല്ലാം കഴിഞ്ഞൊരു മാജിക്കിൽ നമ്മൾ ഒരു സിനിമ സെൻസറിങ്ങിന്
കൊടുക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയിലോട്ട് എത്തുകയാണ്. അപ്പോൾ ഈ ജേണി എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. അത് ഭയങ്കര ഓരോ ദിവസവും ഓരോ ചലഞ്ചസ് വരുന്നതാണ്. ബട്ട് നമ്മളത് ചെയ്യുന്നത് അതാണ് അപ്പോൾ ജീവിതത്തിൽ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് തോന്നുകൊണ്ടാണല്ലോ. അങ്ങനെ എന്താ പറയുക, ഒരു സിനിമ നമ്മൾ ആദ്യമന്ത്യാന്തം കൃത്യമായി പ്ലാൻ ചെയ്ത് പ്രെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു സിനിമ ക്യാൻ ബി മെയ്ഡ് ഇൻ എ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഒബ്സഷൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒഡീസി എന്ന് പറയുന്ന സിനിമ ലോകത്തിലെ ഏറ്റവും വലിയ സിനിമയാണ്. അത് 90 ഡേയ്സാണ് ഷൂട്ട് ചെയ്തത്. അപ്പം അത്രയും പ്രെപ്പ് ആ സിനിമയുടെ പുറകിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രെപ്പിന് എപ്പോഴും എക്സ്പെൻസ് കുറവാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ പറ്റും, എങ്ങനെ നമുക്ക് കൂടുതൽ എഫക്റ്റീവായി നമ്മുടെ ഒരു വോയിസ് ഒരു സിനിമയിൽ എങ്ങനെ നമുക്ക് കേൾപ്പിക്കാൻ പറ്റും എന്ന് മാത്രം ചിന്തിക്കുക. ആ ചിന്തയിൽ നമ്മുടെ കൂടെ ആ യാത്രയിൽ വരുന്ന ആളുകളെ കണ്ടെത്തുക, ആൻഡ് ആ ആളുകളെ വിശ്വസിക്കുക, ആളുകളെ ഇൻട്രസ്റ്റ് ചെയ്യുക, ആളുകൾക്ക് എന്താ പറയുക, നമ്മളുടെ ഒരു സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്നൊരു സിനിമ തീർച്ചയായിട്ടും ഒരു മോശപ്പെട്ട സിനിമയാവും എന്നെനിക്ക് തോന്നുന്നില്ല. ആൻഡ് സിനിമയുടെ സക്സസ് നമുക്കൊരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഒരു സിനിമയുടെ ബഡ്ജറ്റ് ക്യാൻ ബി കൺട്രോൾഡ് ആൻഡ് ഫിലിംസ് ക്യാൻ ബി മെയ്ഡ് ഇൻ എ ബഡ്ജറ്റ് എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഓഫ് കോഴ്സ് ഒരാൾക്ക് വയ്യാതാവാം, ഒരാൾക്ക് ഒരു മഴ പെയ്യാം, പല കാര്യങ്ങൾ സംഭവിക്കാം. അത് നമ്മുടെ കൺട്രോളിലല്ല, ബട്ട് വിത്തിൻ അവർ കൺട്രോൾ. ആൻഡ് എഗെയിൻ എനിക്ക് തോന്നിയിട്ടുള്ളത് അത്രയും നല്ല ഇൻറ്റൻഷൻസോടുകൂടി അത്രയും ക്ലാരിറ്റിയോടുകൂടി ചെയ്യുമ്പോൾ പ്രകൃതിയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് കൊണ്ടിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ നേരത്തെ പറഞ്ഞ പോലെ ചെയ്തുകൊണ്ട് തുടങ്ങുക. ഓൾ ദി ബെസ്റ്റ്.